ഗൈസ് നമസ്കാരം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇന്ന് രാവിലെ 7 മണിക്ക് നടന്നിട്ടുള്ള ഓപ്പറേറ്റർ എക്സാമിനെ പറ്റിയിട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങളൊരു ടെക്നിക്കൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ 100 അല്ല 110% ഉപകരിക്കും. ഞാൻ ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ലീവൊക്കെ എടുത്ത് തൃശ്ശൂരിൽ നിന്നും നാട്ടിലേക്ക് വന്ന് ഈ ഒരു എക്സാം എഴുതി. അതിനുശേഷം ഇപ്പോൾ ഈ റിവ്യൂ ഒക്കെ ചെയ്തിട്ട് ഞാൻ തിരിച്ച് അവിടേക്ക് തന്നെ കയറി പോവാണ്. അപ്പം ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഈ ഒരു റിസ്ക് എടുത്ത് ഇവിടേക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് ഈ എക്സാമിൻ്റെ പ്രത്യേകത? അല്ലെങ്കിൽ ഈ ഒരു തസ്തിക അത്രയും വലിയ തസ്തികയാണോ? ഒരിക്കലും അല്ല. ഞാൻ വർക്ക് ചെയ്യുന്ന തസ്തികയെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അതിനേക്കാളും ചെറിയ തസ്തികയാണ്. പക്ഷേ ഞാൻ എന്തുകൊണ്ട് ഈ ഒരു എക്സാം എഴുതാൻ ഇത്ര പ്രാധാന്യം കൊടുത്തു എന്ന് ചോദിച്ചാൽ, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വളരെ പ്രാധാന്യമുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, വളരെ സ്പെഷ്യലാണ്. കാരണം ഞാൻ മുമ്പ് അറ്റൻഡ് ചെയ്തിട്ടുള്ള എക്സാമുകളിൽ 100 ചോദ്യങ്ങളും ഞാൻ പഠിച്ച കോഴ്സിൽ നിന്നാണ് വരുന്നത്. 100 ചോദ്യങ്ങളും ഞാൻ പഠിച്ച് ഞാൻ പലതവണ റിവിഷൻ ചെയ്തിട്ടുള്ളതിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കതിൽ നിന്ന് 80 85 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയേക്കും. എന്നാൽ ഈ പരീക്ഷ, ഇത്തരത്തിലുള്ള പരീക്ഷകളിൽ വ്യത്യസ്ത കോഴ്സുകൾ അല്ലെങ്കിൽ വ്യത്യസ്ത ട്രേഡുകൾ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു 100 മാർക്കിൻ്റെ ചോദ്യപേപ്പർ കയ്യിലേക്ക് വരുമ്പോൾ അത് എക്സാം ഹോളിൽ ഇരുന്ന് നമുക്ക് എങ്ങനെ അതിനെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും? ഒരുപക്ഷെ ഇപ്പം എക്സാം കഴിഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ ഈ പേപ്പർ ഡൗൺലോഡ് ചെയ്തെടുക്കാം, എനിക്ക് നോക്കാം. അപ്പോൾ എനിക്ക് തോന്നും, ഓ ഇതൊക്കെ എളുപ്പമുള്ള പേപ്പറാണല്ലോ എനിക്ക് തോന്നും. പക്ഷേ ആ ഒരു ഹോളിൽ ഇതിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് വേണമായിരുന്നു. എനിക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ അനലൈസ് ചെയ്യണമായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ ഞാൻ എക്സാം ഹോളിൽ ഇരുന്ന് അഭിമുഖീകരിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് എനിക്കതിൻ്റെ ഫീല് കിട്ടണമായിരുന്നു. അതിനുശേഷം എനിക്ക് ഇതിനെ എങ്ങനെയാണ് ഇങ്ങനെയുള്ള എക്സാമുകൾക്ക് തയ്യാറെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് എനിക്ക് പഠിക്കണമായിരുന്നു. ഇതേ പറ്റിയിട്ട് കുറച്ചുകൂടി അറിയണമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ശരിക്കും ഞാൻ ഇതിനെ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്കും ഈ ഒരു ഇൻഫോർമേഷൻ തീർച്ചയായിട്ടും മറ്റ് എക്സാമുകൾ ഉപകരിക്കല്ലേ. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഈ ഒരു എക്സാമിൽ 3 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് 40 മാർക്കിൻ്റെ ഫിറ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സബ്ജക്റ്റുകളാണ്. അപ്പം ഞാൻ അത് പഠിച്ചതാണ്. ദെൻ 30 മാർക്കിൻ്റെ എന്ന് പറയുമ്പോൾ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ മെക്കാനിക് എന്ന് പറയാം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടോപ്പിക്കുകളാണ്. പിന്നെ ഒരു 30 മാർക്കിൻ്റെ ഇലക്ട്രിക്കുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കാണ്. സ്വാഭാവികമായിട്ടും എനിക്കറിയാം, എനിക്ക് ഫിറ്ററുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക് മാത്രമാണ് അറിയാവുന്നത്. അതുകൊണ്ട് ഈ ഒരു എക്സാമിൽ 2 വേക്കൻസികളാണുള്ളത്. ഇത് എനിക്ക് അറ്റൻഡ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളില്ല, അല്ലെങ്കിൽ അതെനിക്ക് കിട്ടിയാൽ തന്നെ ഞാൻ പോകാൻ പോകുന്നില്ല. അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് ഈ ഒരു എക്സാമിനെ സ്കിപ്പ് ചെയ്ത് കളയാം. പക്ഷേ ഞാനത് ചെയ്തില്ല. ഞാനിതിനെ അറ്റൻഡ് ചെയ്തു. അറ്റൻഡ് ചെയ്യുന്നത് വഴി എത്ര മാർക്ക് എനിക്ക് ലഭിക്കും? പിന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ എക്സാം എന്തായാലും അറ്റൻഡ് ചെയ്യാൻ പോകുന്നതല്ലേ. അതുകൊണ്ട് ഒരു 2-3 ആഴ്ചയോളം ഞാൻ ഇലക്ട്രിക്കലിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിരുന്നു. അതിൻ്റെ ചില ക്വസ്റ്റ്യനുകളൊക്കെ എനിക്ക് അതുകൊണ്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുമാത്രമല്ല, എനിക്ക് വേണ്ടിയിരുന്നത് ഇതിനെ അനലൈസ് ചെയ്യലാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ അനലൈസ് ചെയ്യലാണ്. എന്നിട്ട് അതെങ്ങനെയുണ്ടെന്ന് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ പഠിക്കാതെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അതിനെ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന്. അപ്പം ആദ്യത്തെ ഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആദ്യത്തെ പാർട്ട് അഥവാ 50 ക്വസ്റ്റ്യനുകൾ കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്കറിയാം, ഞാൻ ആൾറെഡി പറഞ്ഞു 40 മാർക്കിൻ്റെ ഫിറ്ററിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 40 മാർക്കോളം ഫിറ്ററിൻ്റെ തന്നെയാണ്. പിന്നീട് അപ്പം ആദ്യത്തെ പാർട്ട് 50 ക്വസ്റ്റ്യനുകൾ കഴിയുന്ന സമയത്ത് എനിക്ക് 50-ൽ 40 മാർക്ക് കിട്ടി. 50-ൽ 40 മാർക്ക് എനിക്ക് കിട്ടി. എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൽ 6 ചോദ്യങ്ങൾ ഞാൻ അറ്റൻഡ് ചെയ്തില്ല. കാരണം അതെനിക്ക് കംപ്ലീറ്റ്ലി അൺനോൺ ആണ്, എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ 6 ചോദ്യങ്ങൾ അങ്ങനെ തന്നെ വിട്ടു. 44 ചോദ്യങ്ങൾ ഞാൻ അറ്റൻഡ് ചെയ്തു. 41 ചോദ്യങ്ങൾ ശരിയായി, 3 ചോദ്യങ്ങൾ തെറ്റായി. അങ്ങനെയാണ് എനിക്ക് 50-ൽ ആദ്യത്തെ പാർട്ടിൽ 40 കിട്ടിയത്. ഇനി അടുത്തൊരു പാർട്ടിലേക്ക് നോക്കുന്ന സമയത്ത് ശരിക്കും ഞാൻ ഡീപ്പിൽ പ്രിപ്പയർ ചെയ്യാത്ത ഏരിയയാണ്. ഡീപ്പിൽ എനിക്കറിയുന്ന, അപ്പം ഇവിടെ ശരിക്കും പ്രിപ്പയർ ചെയ്തതും ചെയ്യാത്തതും തമ്മിലുള്ള വ്യത്യാസം കൂടി, അതായത് ഡീപ്പിൽ പ്രിപ്പയർ ചെയ്തതും ഡീപ്പിൽ പ്രിപ്പയർ ചെയ്യാത്തതും തമ്മിലുള്ള ഒരു വ്യത്യാസം കൂടി മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ ഡീപ്പിൽ പ്രിപ്പയർ ചെയ്ത ഒരു ഏരിയയിലുള്ള മാക്സിമം മാർക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ അത്ര ഡീപ്പിൽ പ്രിപ്പയർ ചെയ്യാത്തൊരു ഏരിയ, എന്നാൽ നമ്മൾ ചെറിയ രീതിയിൽ വായിച്ചൊരു ഏരിയ. അപ്പോൾ ഡീപ്പിൽ പ്രിപ്പയർ ചെയ്ത ഏരിയ എവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്? ഇതൊരു ITI ക്വാളിഫിക്കേഷനുള്ള എക്സാമാണ്. എവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്? കംപ്ലീറ്റ്ലി നാഷണൽ ഇൻസ്ട്രക്ഷൻ മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് നിമി ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. നിമിയുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ITIയുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. സോ അപ്പോൾ നമുക്ക് മനസ്സിലായി, നമ്മൾ പഠിക്കേണ്ടത് ITI ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്, നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത് ITIയുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. ഇനി അടുത്ത ഏരിയയിലേക്ക് നോക്കുമ്പോൾ, മറ്റു ട്രേഡുകളിലേക്ക് കൂടെ നോക്കിയാലേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ അടുത്തൊരു 50 ചോദ്യങ്ങൾ കവർ ചെയ്യുമ്പോൾ 30 ചോദ്യങ്ങൾ ആ 50 ചോദ്യത്തിൽ ഇലക്ട്രിക്കലിൻ്റെയും 20 ചോദ്യങ്ങൾ ഈ മെക്കാനിക് മേഖലയിലുമാണ്, ഓട്ടോമൊബൈൽ മേഖലയിലുമാണ് വരുന്നത്. സോ അവിടെ വരുന്ന സമയത്ത് എനിക്ക് 21 ചോദ്യങ്ങൾ മാത്രമേ ശരിയാക്കാൻ വേണ്ടി സാധിച്ചുള്ളൂ.
21 ചോദ്യങ്ങൾ മാത്രമേ എനിക്ക് ശരിയാക്കാൻ വേണ്ടി സാധിച്ചുള്ളൂ 50 ചോദ്യങ്ങളിൽ. ആ നോട്ട് ചെയ്യണം. അതിൽ തന്നെ പിന്നീട് 16 ചോദ്യങ്ങൾ ഞാൻ തെറ്റിക്കുക കൂടി ചെയ്തു. കാരണം ഞാൻ ജസ്റ്റ് റിസ്ക് എടുത്തു. ഞാൻ ചില ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തു. അതായത് ഞാൻ വായിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ, അപ്പം ജസ്റ്റ് നമ്മൾ ഒന്ന് ബബിൾ ചെയ്തേക്കാം ഇത് ശരിയായാലും എന്നുള്ള രീതിയിൽ കുറച്ച് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തു. അതൊക്കെ തെറ്റിപ്പോയി. 16 ചോദ്യങ്ങൾ തെറ്റിപ്പോയി. 13 ഞാൻ അറ്റൻഡ് ചെയ്തില്ല. കംപ്ലീറ്റ് ആയിട്ട് അൺനോൺ ആണ്, എനിക്കറിയില്ല, ഞാൻ വിട്ട് കളഞ്ഞു. അപ്പോൾ എനിക്ക് ശരിക്കും രണ്ടാമത്തെ പാർട്ടിൽ നെഗറ്റീവ് കുറച്ചിട്ട് 50-ൽ 15.66 മാർക്കേ കിട്ടിയുള്ളൂ. സോ നോക്കുക, ഞാൻ നന്നായിട്ട് എനിക്കറിയുന്ന ഒരു മേഖലയിൽ എനിക്ക് 50-ൽ 41 വന്നപ്പോൾ, അതായത് അതിൽ 44 മാത്രമേ അറ്റൻഡ് ചെയ്തുള്ളൂ. അതിലാണ് 40 മാർക്കിലേക്ക് കിട്ടിയത്. 41 ശരിയായി. അപ്പോൾ നമ്മൾ ഡീപ്ലി പ്രിപ്പയർ ചെയ്ത ഒരു ഏരിയയിൽ നമുക്ക് മാക്സിമം മാർക്ക് കിട്ടിയപ്പോൾ, നമ്മൾ ജസ്റ്റ് വായിച്ച് വിട്ട ഒരു ഏരിയയിൽ 15.66 മാർക്കേ കിട്ടുന്നുള്ളൂ. 21 ശരിയാകുമ്പോൾ 16 മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റിനും തെറ്റിപ്പോവാണ്. കാരണം നമ്മൾ ഡീപ്ലി അവിടെ പ്രിപ്പയർ ചെയ്തില്ല. നമ്മൾ വളരെ ഡീപ്പായിട്ട് നമ്മൾ താല്പര്യത്തോട് കൂടിയിട്ട് അത് പ്രിപ്പയർ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അത്തരത്തിൽ ക്വസ്റ്റ്യനുകൾ ഒരുപാട് തെറ്റിപ്പോകുന്നത്. സോ അപ്പം 2 രീതിയിൽ, അതായത് നല്ല അറിയുന്ന മേഖലയും നല്ല അറിയാത്ത മേഖലയിൽ തമ്മിൽ നോക്കുമ്പോൾ, നല്ലതിൽ പ്രിപ്പയർ ചെയ്ത മേഖലയിൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമ്പോൾ, മറ്റൊരു മേഖലയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നില്ല. എനിക്കറിയുന്ന ചോദ്യങ്ങളെല്ലാം നിമി ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ IT ലെവലിലുള്ള എക്സാമുകൾക്കെല്ലാം വളരെ ഇമ്പോർട്ടൻറ്റ് നിമി ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്, IT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. അത് തന്നെയാണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത്. മുഴുവനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 62 ചോദ്യങ്ങൾ ഞാൻ ശരിയാക്കി. 62 ചോദ്യങ്ങൾ ഞാൻ ശരിയാക്കി. 19 ചോദ്യങ്ങൾ ഞാൻ തെറ്റിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് 62-ൽ നിന്നും 6.33 മാർക്ക് നെഗറ്റീവായിപ്പോയി. തൽഫലമായിട്ട് എനിക്ക് അവസാനം കിട്ടുന്ന മാർക്ക് 100-ൽ 55.66 മാർക്കാണ്. ഇത് കട്ട് ഓഫ് ക്രോസ് ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ളൊരു മാർക്കേ അല്ല. കാരണം എനിക്കറിയുന്ന നല്ല മേഖലയിൽ നിന്നും എനിക്ക് എല്ലാ ചോദ്യങ്ങളും വളരെ എളുപ്പമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. ഏതെങ്കിലും ഉദ്യോഗാർത്ഥികൾ എല്ലാ മേഖലയും നല്ലതുപോലെ തന്നെ ലിമിറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തായിരുന്നാലും നിങ്ങൾ ഈ പേപ്പർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക് യു.